ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കീപ്പ് എന്ന ഒരു വേർബിനെ കുറിച്ചാണ്. കീപ്പ് എന്ന വേർബിൻ്റെ മീനിങ് സൂക്ഷിക്കുക. നമ്മളത് സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒരു മീനിങ് ആണത്. പക്ഷേ കീപ്പ് എന്ന വേർഡിന് വേറെയും മീനിങ്സ് ഉണ്ട്. ഒരു ആക്ടിവിറ്റി തുടരുക എന്ന മീനിങ്ങിൽ കീപ്പ് എന്ന വേർബ് ഉപയോഗിക്കാം. ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ ആക്ടിവിറ്റി തുടരുക എന്ന അർത്ഥത്തിൽ. ഇങ്ങനെ ഒരർത്ഥത്തിൽ കീപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എല്ലാ ഡിഫറൻറ്റ് ടെൻസസിൽ ഉപയോഗിക്കാം, ഡിഫറൻറ്റ് മോഡൽ വേർബ്സിൽ അത് ഉപയോഗിക്കാം, ഇമ്പറേറ്റീവ് സെൻറ്റൻസസിൽ ഉപയോഗിക്കാം, അങ്ങനെ പലതും. നമുക്ക് ഓരോന്നായിട്ട് അത് ഇന്ന് നോക്കാം. എങ്ങനെയാണ് ഡിഫറൻറ്റ് ടെൻസസിൽ അത് ഉപയോഗിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡിഫറൻറ്റ് ടെൻസസിൽ ഉപയോഗിക്കുമ്പോൾ ആദ്യം നമുക്ക് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് നോക്കാം. പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് എന്ന് പറയുന്നത് ഞാൻ എഴുതാറുണ്ട്, ഞാൻ വായിക്കാറുണ്ട്, ഞാൻ പോകാറുണ്ട്, ഞാൻ ഓടാറുണ്ട്, ഞാൻ ചാടാറുണ്ട് എന്നൊക്കെ പറയുന്നത് പതിവായി ചെയ്യുന്ന ചില കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകാറുണ്ട്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ കീപ്പ് ഉപയോഗിക്കുന്നത്? ഐ ഗോ എന്നാൽ ഞാൻ പോകാറുണ്ട്. ഐ കീപ്പ് ഗോയിങ്. ഐ കീപ്പ് ഗോയിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പോകുക എന്ന ഒരു പ്രവൃത്തി തുടരാറുണ്ട് എന്നാണ്. പോകുക എന്ന ഒരു പ്രവൃത്തി അത് തുടരാറുണ്ട്. ഐ കീപ്പ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുക എന്ന ഒരു ആക്ടിവിറ്റി അത് ഞാൻ തുടരാറുണ്ട്. ഐ കീപ്പ് റണ്ണിങ്, ഞാൻ ഓടുക എന്ന ഒരു ആക്ടിവിറ്റി തുടരാറുണ്ട്. അപ്പോൾ നോക്കൂ, കീപ്പ് കഴിഞ്ഞിട്ട് ING ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കുന്നത്. ഐ കീപ്പ് ഗോയിങ്, കീപ്പ് ഗോയിങ്, കീപ്പ് റണ്ണിങ്, കീപ്പ് റൈറ്റിംഗ്, കീപ്പ് സിംഗിങ്, അങ്ങനെ. അപ്പോൾ കീപ്പ് കഴിഞ്ഞിട്ട് ING ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഐ കീപ്പ് എന്നുപയോഗിച്ചു. ഐ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് കീപ്പ് ഉപയോഗിച്ചത്. നമുക്ക് ഐ, യു, വി, ദേ, പിന്നെ പ്ലൂറൽ സബ്ജക്ട്സ് ഇതൊക്കെയാണെങ്കിൽ കീപ്പ് തന്നെ ഉപയോഗിക്കാം പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ. ഇനി അതല്ല, ഹീ, ഷീ അതുപോലെയുള്ള സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ കീപ്സ് എന്നുപയോഗിക്കാം. ഹീ കീപ്സ് റണ്ണിങ്, ഷീ കീപ്സ് റണ്ണിങ്, ദേ കീപ്പ് റണ്ണിങ്, അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് കീപ്പ് അല്ലെങ്കിൽ കീപ്സ് വയ്ക്കുക സബ്ജക്റ്റ് അനുസരിച്ച്. അത് കഴിഞ്ഞാൽ ING ഫോം ഓഫ് ദ വേർബ്. വളരെ ഈസി ആയിട്ട് ഇത്തരം സെൻറ്റൻസസ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് പാസ്റ്റ് സിമ്പിൾ ടെൻസ് നോക്കാം. പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണെങ്കിൽ ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നതല്ലേ. അപ്പോൾ കീപ്പ് അവിടെ എങ്ങനെ ഉപയോഗിക്കും? ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചു ഐ കീപ്പ് റണ്ണിങ് എന്നുപയോഗിച്ചതുപോലെ ഐ കെപ്റ്റ് റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഓട്ടം തുടർന്നു, ഓടുക എന്നൊരു ആക്ടിവിറ്റി തുടർന്നു എന്നായി, പാസ്റ്റ് ടെൻസായി. തുടരുക എന്നത് കെപ്റ്റ് എന്നാക്കി. കീപ്പിൻ്റെ പാസ്റ്റ് ടെൻസാണ് കെപ്റ്റ്. V2 ഫോം ആണ് കെപ്റ്റ്. അപ്പോൾ കെപ്റ്റ് എന്നാക്കുക. അവിടെ കീപ്പ് എന്ന ആ ഒരു വേർബിനാണ് ചേഞ്ച് വരുന്നത്. ഐ കെപ്റ്റ് റണ്ണിങ്, ഷീ കെപ്റ്റ് റണ്ണിങ്, ദേ കെപ്റ്റ് സിംഗിങ് എന്ന് പറഞ്ഞാൽ ദേ കെപ്റ്റ് സിംഗിങ്, അവരുടെ പാട്ട് പാടുന്ന ആ ഒരു ആക്ടിവിറ്റി അവർ തുടർന്നു എന്നാണ്. വി കെപ്റ്റ് വാച്ചിങ് മൂവി, ഞങ്ങൾ മൂവി വാച്ച് ചെയ്യുന്നത് തുടർന്നു. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എന്താ? സബ്ജക്റ്റ് വയ്ക്കുക, കെപ്റ്റ്, അത് കഴിഞ്ഞാൽ ING ഫോം ഓഫ് ദ വേർബ് ഉപയോഗിക്കാം. കെപ്റ്റ് റണ്ണിങ്, കെപ്റ്റ് സിംഗിങ്, കെപ്റ്റ് ഗോയിങ്, കെപ്റ്റ് വാച്ചിങ് മൂവി, കെപ്റ്റ് റീഡിങ് ദ ബുക്ക്, അങ്ങനെ. സബ്ജക്റ്റ് ഏത് വേണമെങ്കിലും ആകാം. പാസ്റ്റ് സിമ്പിൾ ടെൻസാണ്, കെപ്റ്റ് തന്നെ ഉപയോഗിക്കാം. ഇനി അടുത്തത് ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിൽ ഇതെങ്ങനെ ഉപയോഗിക്കും? ഇത് പാസ്റ്റ് ടെൻസ് ആയപ്പോൾ തുടർന്നു എന്ന് പറഞ്ഞു. ഇനി ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ തുടരും എന്നല്ലേ പറയേണ്ടത്? ഐ വിൽ കീപ്പ് റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഓടുന്ന ഒരു ആക്ടിവിറ്റി തുടരും. ഷീ വിൽ കീപ്പ് സിംഗിങ്, ഷീ വിൽ കീപ്പ് സിംഗിങ്, അവിടെ അവളുടെ ആ ഒരു പാടുക എന്നൊരു പ്രവൃത്തി അവൾ തുടരും എന്നായി. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ സബ്ജക്റ്റ് ഏത് വേണമെങ്കിലും ആകാം. പിന്നെ വിൽ കഴിഞ്ഞിട്ട് കീപ്പ്, പിന്നെ ING ഫോം ഓഫ് ദ വേർബ്. ഐ വിൽ കീപ്പ് റണ്ണിങ്, ഷീ വിൽ കീപ്പ് റണ്ണിങ്, ദേ വിൽ കീപ്പ് റണ്ണിങ്, അങ്ങനെ.
ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും അത് കഴിഞ്ഞിട്ട് വിൽ കീപ്പ് ഉപയോഗിക്കുക. അപ്പോൾ ഫ്യൂച്ചർ ടെൻസിലും നമുക്ക് ഈ കീപ്പ് എന്ന വേർബ് ഉപയോഗിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ എല്ലാ ടെൻസിലും പ്രസൻറ്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും നമ്മൾ ഉപയോഗിച്ചു ഇല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു നെഗറ്റീവ് ഫോംസ് എങ്ങനെ വരിക? ഫോർ എക്സാമ്പിൾ, ഐ കീപ്പ് റീഡിങ് ദ ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ബുക്ക് വായിക്കുക എന്നൊരു പ്രവൃത്തി തുടരാറുണ്ട് എന്നല്ലേ? ഞാനത് ചെയ്യുക എന്ന പ്രവൃത്തി തുടരാറുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സെൻറ്റൻസ് ഏത് സിറ്റുവേഷൻസിലാണ് വരിക? റൂമിലേക്ക് ആരെങ്കിലും കടന്നു വരുമ്പോൾ ഞാൻ ബുക്ക് വായിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ആ ബുക്ക് വായന തുടരാറുണ്ട് എന്ന് പറയില്ലേ? അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇതുപോലെ തുടരാറുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇത് നെഗറ്റീവ് ഫോം ആണെങ്കിൽ ഐ കീപ്പ് റണ്ണിങ് എന്നാണെങ്കിൽ ഐ ഡു നോട്ട് കീപ്പ് റണ്ണിങ്, ഡു നോട്ട് എന്നാക്കുക. പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലെ നെഗറ്റീവ് ഫോമാണ് അത്. ഐ ഡു നോട്ട് കീപ്പ് റണ്ണിങ്, ദേ ഡു നോട്ട് കീപ്പ് റീഡിങ്, വി ഡു നോട്ട് കീപ്പ് വാച്ചിങ് TV. ഐ, യു, വി, ദേ ഇതൊക്കെയാണെങ്കിൽ ഡു നോട്ട് എന്ന് തന്നെ ഉപയോഗിക്കാം. സബ്ജക്റ്റ് പ്ലസ് ഡു നോട്ട് പ്ലസ് കീപ്പ് പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. ഇനി ഹി, ഷീ, ഇറ്റ് അതുപോലെയുള്ള സിംഗുലർ സബ്ജക്ട്സ്, വേറെ ഏതെങ്കിലും സിംഗുലർ സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡു നോട്ട് അല്ല ഉപയോഗിക്കേണ്ടത്, ഡസ് നോട്ട് എന്ന് ഉപയോഗിക്കണം. ഷീ ഡസ് നോട്ട് കീപ്പ് റീഡിങ്, ഐ ഡു നോട്ട് കീപ്പ് റീഡിങ്, ദേ ഡു നോട്ട് കീപ്പ് റീഡിങ്, ഹി ഡസിൻറ്റ് കീപ്പ് റീഡിങ്. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് ഡു നോട്ട് ഓർ ഡസ് നോട്ട്, പിന്നെയാണ് കീപ്പ് പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. അപ്പോൾ നെഗറ്റീവ് ഫോംസ് അതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ അതാണ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ നെഗറ്റീവ് ഫോം ഉണ്ടാക്കുന്നത്. ഇനി പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചത് ഐ കെപ്റ്റ് റണ്ണിങ്, അതാണ് പോസിറ്റീവ് സെൻറ്റൻസ്. ഐ കെപ്റ്റ് റണ്ണിങ്. ഇവിടെ നെഗറ്റീവ് ഫോം ആകുമ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഡിഡ് നോട്ട് പ്ലസ് കീപ്പ് പ്ലസ് ING ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കേണ്ടത്. ഷീ ഡിഡ് നോട്ട് കീപ്പ് റണ്ണിങ്, ദേ ഡിഡ് നോട്ട് കീപ്പ് റണ്ണിങ്, വി ഡിഡ് നോട്ട് കീപ്പ് റണ്ണിങ്. അങ്ങനെ ഡിഡ് നോട്ട് വയ്ക്കുക പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണെങ്കിൽ. ഇനി ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ ഐ വിൽ നോട്ട് കീപ്പ് റണ്ണിങ്, ദേ വിൽ നോട്ട് കീപ്പ് റണ്ണിങ്, വി വിൽ നോട്ട് കീപ്പ് റണ്ണിങ്, ഷീ വിൽ നോട്ട് കീപ്പ് റീഡിങ്, ഹി വിൽ നോട്ട് കീപ്പ് റീഡിങ്. അങ്ങനെ അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് വിൽ നോട്ട് എന്ന് വയ്ക്കുക, പിന്നെ കീപ്പ്, അത് കഴിഞ്ഞ് ING ഫോം ഓഫ് ദ വേർബ്. അപ്പോൾ അത്തരത്തിൽ നെഗറ്റീവ് സെൻറ്റൻസസ് ഉണ്ടാക്കാം. പോസിറ്റീവ് സെൻറ്റൻസ് പഠിച്ചു, നെഗറ്റീവ് സെൻറ്റൻസ് പഠിച്ചു. ഇനി ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണ് ഇത് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്? കീപ്പ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസസ്. ഇപ്പോൾ ഐ കീപ്പ് റണ്ണിങ്, ഞാൻ ഓടുക എന്ന ഒരു പ്രവൃത്തി തുടരാറുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓട്ടം തുടരാറുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. ഓടുക എന്ന ഒരു ആക്ടിവിറ്റി, ഓട്ടം തുടരാറുണ്ടോ, ഒരു ക്വസ്റ്റ്യനായി. അപ്പോൾ എങ്ങനെ ചോദിക്കും? ഡു യു കീപ്പ് റണ്ണിങ്, ഡു യു കീപ്പ് റണ്ണിങ്, ഡു യു കീപ്പ് വാച്ചിങ് TV, ഡു യു കീപ്പ് റീഡിങ് ബുക്സ്. ഇവിടെ ഡു യു എന്നുപയോഗിച്ചു, പക്ഷേ വേറെ സബ്ജക്റ്റുകൾ, ഇപ്പോൾ ഐ, യു, വി, ദേ അതുപോലെ പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിലാണ് ഈ ഡു ഉപയോഗിക്കുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ ഫോമിൽ സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഡസ് ഉപയോഗിക്കണം പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ. ഇപ്പോൾ ഡസ് ഹി കീപ്പ് റീഡിങ് ബുക്സ്, ഡസ് ഹി കീപ്പ്, അവൻ ആ ബുക്ക് വായന തുടരാറുണ്ടോ, ഡസ് ഹി കീപ്പ് റീഡിങ് ബുക്സ്, ഡു ദേ കീപ്പ് റീഡിങ് ബുക്സ്. ഇവിടെ ഉപയോഗിച്ച സ്ട്രക്ചർ ഡു അല്ലെങ്കിൽ ഡസ്, അത് കഴിഞ്ഞ് സബ്ജക്റ്റ്, പിന്നെയാണ് ING ഫോം ഓഫ് ദ വേർബ് ഉപയോഗിക്കേണ്ടത്. ഡു ഓർ ഡസ് ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് അനുസരിച്ചിട്ട്. ഇനി പാസ്റ്റ് സിമ്പിൾ ടെൻസിലെ ഒരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് നോക്കൂ. അവൻ ജിമ്മിൽ പോകൽ തുടർന്നോ, ഡിഡ് ഹി കീപ്പ് ഗോയിങ് ടു ജിം. ഡിഡ് ആണ് ഉപയോഗിക്കേണ്ടത്, പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. അവൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് തുടർന്നോ, ഡിഡ് ഷീ കീപ്പ് പ്രാക്ടീസിങ് ഡാൻസ്. നോക്കൂ,
ഡിഡ് എന്നാണ് ഉപയോഗിക്കുന്നത്. കാരണം അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. സ്ട്രക്ചർ ഉപയോഗിച്ചിരിക്കുന്നത് ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് കീപ്പ് പ്ലസ് ING ഫോം ഓഫ് വേർബ്. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഡിഡ് തന്നെ ഉപയോഗിക്കാം. ഇനി ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോം നോക്കൂ. അവൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് തുടരുമോ എന്നാണ്. കാരണം ഫ്യൂച്ചർ സിമ്പിൾ ടെൻസ് ആണ്. വിൽ ഷീ കീപ്പ് പ്രാക്ടീസിങ് ഡാൻസ്? അവൻ ഇംഗ്ലീഷ് പഠിക്കുന്നത് തുടരുമോ? വിൽ ഹി കീപ്പ് ലേണിംഗ് ഇംഗ്ലീഷ്? വിൽ ഹി കീപ്പ് ലേണിംഗ് ഇംഗ്ലീഷ്? ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചർ വിൽ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് കീപ്പ് പ്ലസ് വേർബിൻ്റെ ING ഫോം. അപ്പോൾ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസും ആയി. വളരെ ഈസി ആയിട്ട് കീപ്പ് എന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെൻറ്റൻസസ് ഉണ്ടാക്കാം. മാത്രമല്ല നമുക്കിത് സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രയോഗമാണ്. എല്ലാ ടെൻസിലും നമുക്കിതുപോലെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ മോഡൽ വേർബ്സിൽ ഉപയോഗിക്കാം. ഇംപെറേറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത് എന്താ? കീപ് ഡൂയിങ് ദാറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരാളോട് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ഓർഡർ കൊടുക്കുന്നത് പോലെ പറയാം. അതൊക്കെ ഇംപെറേറ്റീവ് സെൻറ്റൻസസ് ആണ്. യു കീപ് ഡൂയിങ് ദാറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ചെയ്യുന്ന പ്രവൃത്തി തുടർന്നോളൂ എന്നാണ്. കീപ് ഡൂയിങ് ദാറ്റ് വർക്ക്. കീപ് വാച്ചിങ് മൂവി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് കീപ് വാച്ചിങ് മൂവി. കീപ് റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഓട്ടം തുടർന്നോളൂ എന്നാണ്. കീപ് കുക്കിംഗ്, അതായത് പാചകം ചെയ്യുന്ന ഒരാളോട് നമ്മൾ പറയുകയാണ് കീപ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ കുക്ക് ചെയ്തോളൂ, അത് തുടർന്നോളൂ എന്നാണ്. ഇനി മോഡൽ വേർബ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ കീപ്പ് എന്ന വേർഡ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.